Dear students, welcome to the third class on tangents of 10th standard mathematics. In the last class, you have learned how to draw tangents from an external point to a circle. There you have also found such two tangents drawn from an external point to a circle are equal in measure. അത് ഉപയോഗപ്പെടുത്തുന്ന ചില കൺസ്ട്രക്ഷൻസും ചില പ്രോബ്ലംസിൽ അപ്ലൈ ചെയ്യുന്ന വിധമൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ മുമ്പ് സർക്കിൾസ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ പഠിച്ചിട്ടുള്ള ഒരു പ്രത്യേക നിയമം, ദാറ്റ് ഈസ് വെൻ ടു പോർട്സ് എ ബി ആൻഡ് സി ഡി ആസ് ഷോൺ ഇൻ ദിസ് ആനിമേഷൻ extended to meet at a point P outside the circle, we have a result, it is PA into PB equal to PC into PD. We have proved such a result already. We know how this one can be applied in some constructions such as drawing a rectangle with the area equal to a given rectangle. But here today we will take this one again, and a particular condition is put there, that the point D come close to C and at last if it join with the C, at that time this result will reduce to this way. Okay, ഈ റിസൾട്ട് ഇങ്ങനെ മാറുന്ന വിധം ആണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ചർച്ച ചെയ്യുന്നത്. അതിനു മുൻപ് ഈ ഒരു റിസൾട്ട് കൊണ്ട് നമുക്ക് ചില കൺസ്ട്രക്ഷൻസ് നടത്താൻ പറ്റും. സർക്കിൾസ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നമ്മളൊരു റെക്റ്റാങ്കിളിൻ്റെ ഏരിയക്ക് ഈക്വൽ ഏരിയയുള്ള ഒരു സ്ക്വയർ വരയ്ക്കാൻ പഠിച്ചിട്ടുണ്ട്. Here we will do its reverse, that is the square will be given at first, we have to draw a rectangle with the area equal to that one. Okay, അതിൻ്റെ റിവേഴ്സ് ചെയ്യാൻ ഈ ഇക്വേഷൻ ഉപയോഗപ്പെടും. ഈ ഇക്വേഷൻ രണ്ട് രീതിയിൽ ഉപയോഗപ്പെടുത്താം. റെക്റ്റാങ്കിളിൻ്റെ ഏരിയക്ക് ഈക്വൽ ഏരിയയുള്ള സ്ക്വയർ വരക്കാനും നമുക്ക് ഇതിനെടുക്കാം, തിരിച്ച് സ്ക്വയറിൻ്റെ ഏരിയക്ക് ഈക്വൽ ഏരിയയുള്ള റെക്റ്റാങ്കിളിനും വരക്കാനും നമുക്ക് ഇതെടുക്കാം. ഇന്ന് ഈ ചാപ്റ്ററിൽ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചെയ്യുന്നത് സ്ക്വയറിൻ്റെ ഏരിയക്ക് ഈക്വൽ ഏരിയയുള്ള റെക്റ്റാങ്കിൾ മുമ്പത്തിൻ്റെ റിവേഴ്സ് ചെയ്യാനാണ് നമ്മളിത് ഉപയോഗപ്പെടുത്തുന്നത്. ഈ നിയമം ഉണ്ടാക്കുന്നതിന് മുമ്പ് നമുക്ക് മറ്റൊരു കാര്യം പരിശോധിക്കേണ്ടതുണ്ട്. ദറ്റ് ഈസ് വെൻ എ കോഡ് ഓഫ് എ സർക്കിൾ ഈസ് ഡ്രോൺ ആൻഡ് എ ടാൻജൻറ്റ് ഈസ് ഡ്രോൺ ത്രൂ ദി എൻഡ് പോയിന്റ് ഓഫ് ദാറ്റ് കോഡ്, വി വിൽ ഗെറ്റ് ടു ആംഗിൾസ് ബിറ്റ്വീൻ ടാൻജൻറ്റ് ആൻഡ് കോഡ്സ്. ഒരു സർക്കിളിൻ്റെ ഒരു കോഡ് വരച്ചിട്ട് ആ കോഡിൻ്റെ എൻഡ് പോയിന്റിലൂടെ ഒരു ടാൻജൻറ്റ് വരച്ച് കഴിഞ്ഞാൽ ആ കോഡിനും ടാൻജൻറ്റിനും ഇടയിൽ രണ്ട് ആംഗിൾസ് ഉണ്ടാവും. ആ ആംഗിൾസിനെ സംബന്ധിക്കുന്ന കുറച്ച് കാര്യങ്ങൾ നമുക്ക് ആദ്യം ഇതിലേക്ക് എത്തുന്നതിന് മുമ്പ് ഒന്ന് പരിശോധിക്കേണ്ടതുണ്ട്. ഓക്കെ, ലെറ്റ് us go to that one first. See, now let us draw a chord and a tangent at its end point of a circle. ഒരു സർക്കിളിൽ ഒരു കോഡ് വരച്ചിട്ട് ആ കോഡിൻ്റെ എൻഡ് പോയിന്റിൽ ഒരു ടാൻജൻറ്റ് വരച്ചിട്ടുണ്ട്. See, here a chord is drawn and a tangent at its end point is drawn. Now we are considering the angle between the tangent and the chord. ഈ കോഡിനും ഈ ടാൻജൻറ്റിനും ഇടയിലുള്ള ആംഗിൾസിൽ ഒന്ന് നമുക്കിങ്ങനെ കാണിക്കാം. ഓക്കെ, ആംഗിൾ ബിറ്റ്വീൻ ടാൻജൻറ്റ് ആൻഡ് കോഡ്. ഇനി ഇതാണ് ഈ ആംഗിൾ, ദാറ്റ് ആംഗിൾ ഈസ് ദി ആംഗിൾ ബിറ്റ്വീൻ ടാൻജൻറ്റ് ആൻഡ് കോഡ്. മറ്റൊരു ആംഗിളാണ് ഇത്, ഇവിടെയുള്ള ഇതും കോഡിനും ടാൻജൻറ്റിനും ഇടയിലുള്ള ഒരു ആംഗിളാണ്. സി, ലെറ്റ് us മാർക്ക് ദാറ്റ് വൺ ഓൾസോ. അതിനെ നമുക്കൊന്ന് മാർക്ക് ചെയ്യാം, ദിസ് ആംഗിൾ. ഓക്കെ, ദീസ് ടു ആംഗിൾസ്, one is this one, another is this one. These are the angle between tangent and chord. Now to this angle, this one is the part of the circle at the other side. ഇത്രയും പാർട്ട് ശ്രദ്ധിക്കുക, ഈ സർക്കിളിൻ്റെ ഈ ഒരു പീസ്, ഈ ഒരു ആർക്ക്, this one is the part of the circle. That part is at the other side of this angle. ഈ ആംഗിളിനെ സംബന്ധിച്ചിടത്തോളം ഇത് മറുഭാഗത്താണ്. ഈ ആംഗിളിനെ സംബന്ധിച്ചിടത്തോളം to this angle, this one is the part of the circle at the other side. Okay, ഈ ആംഗിളിനെ സംബന്ധിച്ചിടത്തോളം ആദ്യം ഇതിനെ നമുക്ക് പരിഗണിക്കാം. to this angle, this one is the part of the circle at the other side. ഈ പാർട്ടിലെ ഒരു ആംഗിൾ എന്ന് പറഞ്ഞാൽ നമുക്കതിനിങ്ങനെ കാണിക്കാം. See, this one is the angle in the part of the circle at the other side. Okay, ഈ ആംഗിൾ ഇതിനെ സംബന്ധിച്ചിടത്തോളം, ഈ ആംഗിളിനെ സംബന്ധിച്ചിടത്തോളം, ദിസ് ആംഗിൾ ഈസ് ദി ആംഗിൾ ഇൻ ദി പാർട്ട് ഓഫ് ദി സർക്കിൾ അറ്റ് ദി അതർ സൈഡ്. ഈ ആംഗിളിനെ സംബന്ധിച്ചിടത്തോളം, ഇഫ് വി മേക്ക് ആൻ ആംഗിൾ ഹിയർ എന്ന് പറഞ്ഞാൽ ഈ ആംഗിൾ, ദിസ് ആംഗിൾ,
is the angle in the part of the circle at the other side. ഈ ആംഗിളിനെ സംബന്ധിച്ചിടത്തോളം ഇതും അതേപോലെ ഇതിൻ്റെ മറുഭാഗത്തുള്ള പാർട്ടിൽ ആംഗിളാണ്. നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് ഈ ആംഗിളും ഈക്വൽ ആണെന്നും ഈ ആംഗിളും ഇതും ഈക്വൽ ആണെന്നും പ്രൂവ് ചെയ്യാം. അങ്ങനെ പ്രൂവ് ചെയ്യുമ്പോൾ നമ്മൾ ചെയ്തിട്ടുണ്ടാകല് ഈച്ച് ഓഫ് ദി ആംഗിൾസ് മെയ്ഡ് ബൈ എ ടാൻജൻറ്റ് ആൻഡ് എ കോഡ്. ഈ ഓരോ ആംഗിളിനെ പറ്റിയും പറയുകയാണ്. ഇതിന് ഈക്വലാണ്, ഇതിന് ഈക്വലാണ്. ഈച്ച് വൺ ഓഫ് ദം വിൽ ബി ഈക്വൽ ടു ദി ആംഗിൾ ഇൻ ദി പാർട്ട് ഓഫ് ദി സർക്കിൾ അറ്റ് ദി അതർ സൈഡ്. നമുക്കൊരു സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് എഴുതുകയാണെങ്കിൽ അതിങ്ങനെ ഉണ്ടായിരിക്കും. ഓക്കെ, ആംഗിൾ മെയ്ഡ് ബൈ എ ടാൻജൻറ്റ് ആൻഡ് കോഡ് at the end point of the, here the tangent is drawn at the end point of the chord. Each of the angle made by a chord and a tangent drawn at its end point will be equal to the angle in the part of the circle at the other side. നമുക്ക് അതിൻ്റെ ഒരു പ്രൂഫ് ഇവിടെ ചെയ്തു നോക്കാം. എന്ന് പറഞ്ഞാൽ നമുക്ക് കൺഫ്യൂഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് കുറേ ചിത്രം നമുക്ക് ഏറ്റവും സിമ്പിളാക്കി വരക്കാം. ആവശ്യമുള്ളതിനനുസരിച്ച് നമുക്ക് മാറ്റി വരക്കാം. ഇത്ര മതി. ഹിയർ ദിസ് വൺ ഈസ് ദി ആംഗിൾ. ഈ ആംഗിൾ നമുക്ക് ദിസ് വൺ ഈസ് ദി ആംഗിൾ ബിറ്റ്വീൻ ടാൻജൻറ്റ് കോഡ് ആൻഡ് ടാൻജൻറ്റ്. കോഡിനും ടാൻജൻറ്റിൻ്റെയും ഇടയിലുള്ളൊരു ആംഗിളാണ് ഇത്. ഓക്കെ, ഇഫ് വി സപ്പോസ് ദിസ് ആംഗിൾ ബൈ എക്സ്, അതിനെ നമ്മളൊരു എക്സ് എന്ന് പറഞ്ഞ് സപ്പോസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വി സപ്പോസ് ദിസ് വൺ ബൈ എക്സ്. ഓക്കെ, ഇതിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ഈ ആംഗിളിനെ സംബന്ധിച്ചിടത്തോളം ദിസ് വൺ ഈസ് ദി പാർട്ട് ഓഫ് ദി സർക്കിൾ അറ്റ് ദി അതർ സൈഡ്. ദെൻ ആംഗിൾ ഇൻ ദാറ്റ് പാർട്ട് ഈസ് ദിസ് വൺ. ഇതും ഒരു എക്സ് ആണെന്ന് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ വി വിൽ ഹാവ് ടാൻ. അപ്പോൾ നമ്മളതാണ് ചെയ്യാൻ പോകുന്നത്. ഇതിനൊരു എക്സ് എന്നാണ് നമ്മൾ സപ്പോസ് ചെയ്തു. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ കോഡിനെ തൽക്കാലം ഒരു എ ബി എന്ന് പേര് വിളിക്കാം. ലെറ്റ് ദി കോഡ് ബി എ ബി ആൻഡ് പി ക്യു ബി ദി ടാൻജൻറ്റ് ഡ്രോൺ അറ്റ് ദി പോയിന്റ് എ. ഓക്കെ, now if we suppose this one by x, we have to get this one by x. അപ്പം അത്രയും സംഗതികൾ നമുക്കൊന്ന് എഴുതാം. ആദ്യം ഹിയർ എ ബി ബി ദി കോഡ് ആൻഡ് പി ക്യു ബി ദി ടാൻജൻറ്റ് ഡ്രോൺ അറ്റ് ദി പോയിന്റ് എ. വി ഹാവ് ഡൺ ദാറ്റ് വൺ ഫസ്റ്റ്. Okay, if we suppose this angle BAQ by x, if we suppose this one by x, we have to get this angle. If we name this one by C, we have to get angle ACB also x. ഇതിനെ എക്സ് എന്ന് സപ്പോസ് ചെയ്താൽ നമുക്ക് ഇതിനും എക്സ് എന്ന് കിട്ടണം. നമ്മൾ എത്തിച്ചേരാനുള്ള വഴി ആദ്യം തന്നെ സൂചിപ്പിച്ചു. ഓക്കെ, to prove that one, we have to prove this one. This angle ACB is equal to x. ഇതിനെ എക്സ് എന്ന് കിട്ടണം നമുക്ക്. ഓക്കെ, ലെറ്റ് O be the center of the circle. നമുക്ക് സർക്കിളിൻ്റെ സെൻറ്ററിന് തൽക്കാലം O എന്ന് പേര് കൊടുക്കാം. ഇനി നമുക്ക് രണ്ട് റേഡിയകൾ വരക്കാം. ജോയിൻ OA ആൻഡ് OB. ലെറ്റ് us join OA ആൻഡ് OB. അതുകൊണ്ട് കാര്യമുണ്ട്, നമുക്ക് നോക്കാം. ലെറ്റ് us join OA ആൻഡ് OB. OAയും OBയും ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ we see there are two radii. രണ്ട് റേഡിയസുകൾ നമ്മൾ ജോയിൻ ചെയ്യിപ്പിക്കുകയാണ്. അങ്ങനെ ജോയിൻ ചെയ്യിപ്പിക്കുന്നത് കൊണ്ട് നമ്മൾ കാണുന്നത് ദിസ് വൺ ഈസ് ദി റേഡിയസ് ഡ്രോൺ ടു ദി പോയിന്റ് ഓഫ് കോണ്ടാക്ട്. വി നോ റേഡിയസ് ഈസ് പെർപെൻഡിക്കുലർ ടു ദി ടാൻജൻറ്റ്. റേഡിയസ് ഡ്രോൺ ടു ദി പോയിന്റ് ഓഫ് കോണ്ടാക്ട് വിൽ ബി വിത്ത് 90 ഡിഗ്രി വിത്ത് ദി ടാൻജൻറ്റ് അറ്റ് ദാറ്റ് പോയിന്റ്. റേഡിയസും ടാൻജൻറ്റും മ്യൂച്വൽ പെർപെൻഡിക്കുലർ ആണെന്ന് പറയുമ്പോൾ ഈ ആംഗിൾ 90 ഡിഗ്രിയാണ്. Here we join OA and OB so that OA is perpendicular with the PQ. Let us write that one. OA is perpendicular with the PQ. Okay, therefore angle OAQ will be 90 degree. This angle will be 90 degree. As we have supposed this one by x, if this one is by x, angle OAB will be, this total angle is 90, this one alone is x, so that this will be 90 minus x. That angle will be 90 minus x. This angle നമുക്ക് അതിനെ മാർക്ക് ചെയ്യാം. that angle will be 90 minus x. ഇത് 90 minus x ആയിരിക്കും. ഓക്കെ, എന്നപോലെ ഈ ആംഗിളും ഇതും 90 minus x ആയിരിക്കും. because that one is an isosceles triangle. This angle AB or OBA also will be 90 minus x. ഇത് 90 minus x ആണെങ്കിൽ ഇത് 90 minus x ആകും. therefore this will be angle AOB will be, we know this one is an isosceles triangle, these two angles are equal. This will be from 180 we have to subtract the sum of these two angles. therefore angle AOB will be 180 minus the sum of the other two angles. From 180 we have to subtract the sum of these two angles. now inside the bracket two 90s are there. Two 90s together will be 180. Okay, on getting this minus symbol, it will cancel by this 180.
and so there it is left minus x and minus x again in the bracket. As they get this minus symbol, it will be x, and so angle AOB will be 2x. Angle AOB will be 2x. This angle, that angle will be 2x. We see that angle will be 2x now. This 2x. Now we see the chord AB get its central angle A 2x. In other words, this small arc AB gets its central angle 2x. Therefore, this angle ACB is the angle made by that chord at its alternate arc, so that it will be half of this one, mean this angle will be x, that we expect to get. നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു ആൻസർ ആണ് ആംഗിൾ ACB is x. That will be this angle will be x now. ഇതിന് x ആണെന്ന് കിട്ടി. ഇതിന് x എന്ന് സപ്പോസ് ചെയ്ത് നമുക്ക് അവസാനം ഇതും x ആണെന്ന് കിട്ടി. ഓക്കെ, നമ്മൾ പ്രൂവ് ചെയ്യേണ്ട ഒരു കാര്യമാണ് ആംഗിൾ ബിറ്റ്വീൻ ടാൻജന്റ് ആൻഡ് കോഡ്. ദിസ് വൺ ഈസ് വൺ ആംഗിൾ ബിറ്റ്വീൻ ടാൻജന്റ് ആൻഡ് കോഡ്. ദാറ്റ് ആംഗിൾ വിൽ ബി ഈക്വൽ ടു ദി ആംഗിൾ ഇൻ ദി പാർട്ട് ഓഫ് ദി സർക്കിൾ അറ്റ് ദി അതർ സൈഡ്. ഇനി നമുക്ക് ടാൻജന്റിനും കോഡിനും ഇടയിലുള്ള മറ്റൊരു ആംഗിളാണ് ടാൻജന്റ്. ഇതാണ് നമ്മുടെ കോഡിൻ്റെ എൻഡ് പോയിന്റിൽ വരച്ച ടാൻജന്റ്. അതിൽ ഒരാംഗിൾ ഇതാണെങ്കിൽ മറ്റേ ആംഗിൾ ഇവിടുന്ന് ഇതുവരെയുള്ളതാണ്. നമുക്കിതിനൊന്ന് മാർക്ക് ചെയ്യാം. നേരത്തെ മാർക്ക് ചെയ്ത് കാണിച്ചതാണ്. വേണമെങ്കിൽ ഒന്നുകൂടി ഞാനത് കാണിച്ചു തരാണ്. ദിസ് വൺ ഈസ് ദി ആംഗിൾ, ദാറ്റ് ആംഗിൾ, ദറ്റ് ഈസ് ദി ആംഗിൾ ബിറ്റ്വീൻ ടാൻജന്റ് ആൻഡ് കോഡ്. അതർ ആംഗിൾ ബിറ്റ്വീൻ ടാൻജന്റ് ആൻഡ് കോഡ്. ആ ആംഗിൾ അതിൻ്റെ മറ്റേ പാർട്ട് എന്ന് പറഞ്ഞാൽ ഇതാണ്. അതിൽ നമുക്ക് ജോയിൻ ചെയ്യിപ്പിക്കുകയാണെങ്കിൽ ഈ ആംഗിൾ, ദിസ് ആംഗിൾ ഈ ആംഗിളിന് ഈക്വൽ ആണെന്ന് പറയാം. ഇത് എക്സ് ആണെന്നുണ്ടെങ്കിൽ ദിസ് വിൽ ബി 180 മൈനസ് എക്സ്. അപ്പോൾ നമുക്ക് ആ സ്റ്റെപ്പ് എഴുതി നോക്കാം. ഇവിടെ നമുക്ക് ഡി എന്ന് പേര് കൊടുക്കാം. ലെറ്റ് us join D is a point on this part, and so to that part we have joined AD and BD. Let this be the point D. നമുക്കതിന് D എന്ന് പേര് കൊടുത്തിട്ട് let us join AD and BD. ഓക്കെ, അങ്ങനെ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ആംഗിൾ ADB എന്ന് പറയുന്നത്, സിൻസ് ADBC ഈ സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ, ആസ് ദിസ് വൺ ഇസ് എക്സ്, ദിസ് വിൽ ബി 180 മൈനസ് എക്സ്. ഓക്കെ, ആംഗിൾ ADB, ദിസ് ആംഗിൾ വിൽ ബി 180 മൈനസ് എക്സ്. അത് 180 മൈനസ് എക്സ് ആണ് എന്ന് നമുക്ക് കാണാൻ കഴിയും. ദാറ്റ് ആംഗിൾ വിൽ ബി 180 മൈനസ് എക്സ്. ഓക്കെ, ഇത് 180 മൈനസ് എക്സ്. നമ്മൾ ആദ്യമേ ഈ എക്സും ആംഗിൾ BAQയും ആംഗിൾ PABയും ലീനിയർ പെയർ. ആൻഡ് സോ ഇഫ് വി സപ്പോസ് ദിസ് വൺ ഈസ് എക്സ്, ഓൾറെഡി ദിസ് വൺ ഈസ് 180 മൈനസ് എക്സ് ആൻഡ് ദിസ് വൺ കം ടു ദാറ്റ് മെഷർ. ഈ അളവിലേക്ക് ഇതും എത്തിയിരിക്കുന്നു. ദിസ് വൺ ഈസ് ഓൾറെഡി 180 മൈനസ് എക്സ്. ഓക്കെ, ഇതാദ്യമേ 180 മൈനസ് എക്സ് ആണ്. അതേ അളവ് ഇതിനും കിട്ടിയിരിക്കുന്നു. ദെർഫോർ ആംഗിൾ PAB, ദറ്റ് ഈസ് ആംഗിൾ ബിറ്റ്വീൻ ടാൻജന്റ് ആൻഡ് കോഡ്, ഈസ് ഈക്വൽ ടു ദി ആംഗിൾ ഇൻ ദി പാർട്ട് ഓഫ് ദി സർക്കിൾ അറ്റ് ദി അതർ സൈഡ്. മറ്റേ പാർട്ടിലുള്ള ആംഗിളിന് ഈക്വലായി വന്നിരിക്കുന്നു. ഓക്കെ, അപ്പം ഈ രണ്ട് ആംഗിൾസും വെൻ എ കോഡ് ആൻഡ് എ ടാൻജന്റ് ഡ്രോൺ അറ്റ് ഇറ്റ്സ് എൻഡ് പോയിന്റ് ആർ കൺസിഡേർഡ്, ദർ വിൽ ബി ടു ആംഗിൾസ്. രണ്ട് ആംഗിൾസ് ഉണ്ടാവും. നമ്മൾ രണ്ട് ആംഗിൾസിനെ പറ്റി പറയുകയാണ്. ഈച്ച് വൺ ഓഫ് ദാറ്റ് ടു ആംഗിൾസ്, രണ്ടാളെ പറ്റിയും പറയുകയാണ്, വിൽ ബി ഈക്വൽ ടു ദി ആംഗിൾ ഇൻ ദി പാർട്ട് ഓഫ് ദി സർക്കിൾ അറ്റ് ദി അതർ സൈഡ്. ഈ ആംഗിൾ അതിൻ്റെ മറുവശത്തിരിക്കുന്ന ഈ പാർട്ടിലെ ആംഗിളിന് ഈക്വലാണ്. ഈ ആംഗിൾ അതിൻ്റെ മറുവശത്തുള്ള ഈ പാർട്ടിലെ ആംഗിളിന് ഈക്വലാണ്. Therefore, angles made by a chord and a tangent at its end point are equal to the angle in the part of the circle at the other side. Okay, നിങ്ങൾ വീഡിയോ പോസ് ചെയ്യുക. പോസ് ദി വീഡിയോ ആൻഡ് ഡ്രോ such a figure there in your notebook and writing this heading there as a question. You have to write these much steps as the proof to this question. ഓക്കെ, ഇനി നമ്മൾ ഇത് ഉപയോഗപ്പെടുത്തുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റിസൾട്ടാണ് കിട്ടുന്നത്. ഇത് ഉപയോഗിക്കുന്ന കൺസ്ട്രക്ഷൻസ് ഉണ്ട്, ഇത് ഉപയോഗിക്കുന്ന പ്രോബ്ലംസ് ഉണ്ട്. ലെറ്റ് us go to that one. See. Now, let us recall a result that we have already derived in the chapter Circles. Circles എന്ന ചാപ്റ്ററിൽ നമ്മൾ ഡിറൈവ് ചെയ്തിട്ടുള്ള, നമ്മൾ പരിചയപ്പെട്ടിട്ടുള്ള ഒരു റിസൾട്ട് ഒന്ന് വീണ്ടും പരിശോധിക്കുകയാണ്. A circle is drawn. Two chords of the circle extended to meet at a point. ഒരു സർക്കിളിൻ്റെ രണ്ട് കോഡ്സ് പുറത്തേക്ക് നീട്ടി ഒരു പോയിന്റിൽ മീറ്റ് ചെയ്തു. Let A, B and CD be the chords extended and they meet at the point P. We know the result PA into PB equal to PC into PD. Now this result we have proved and we know how to prove it, and we applied this one in some constructions such as drawing a rectangle with area equal to a given rectangle.
നമ്മൾ ഇതിൻ്റെ ഒരു പ്രത്യേക കേസിനെ പരിചയപ്പെടുകയാണ്. ഇതിൻ്റെ ഒരു പർട്ടിക്കുലർ കേസ്. വെൻ ദി പോയിന്റ് ഡി മൂവ് അലോങ് ദി സർക്കിൾ ടുവാർഡ്സ് സി. ഡി എന്ന പോയിന്റ് സർക്കിളിൻ്റെ മുകളിലൂടെ സിയുടെ അടുത്തേക്ക് മൂവ് ചെയ്യുകയാണെങ്കിൽ, സി ദി പോയിന്റ് ഡി ഈസ് മൂവ്ഡ് ടുവാർഡ്സ് സി അലോങ് ദി സർക്കിൾ. സർക്കിളിൻ്റെ മുകളിലൂടെ സിയിലേക്ക് വരുന്നതിനനുസൃതമായിട്ട് അത് ഒരു ടാൻജൻ്റ് ലൈനായി മാറും. അത് സിയിൽ എത്തിക്കഴിഞ്ഞാൽ ദിസ് വിൽ ബി എ ടാൻജൻ്റ് ലൈൻ പാസിങ് ത്രൂ ദി പോയിന്റ് സി. അപ്പോൾ രണ്ട് പോയിന്റിലൂടെ പാസ് ചെയ്യുന്ന സമയത്തെല്ലാം പി എ ഇൻറ്റു പി ബി ഈക്വൽ ടു പി സി ഇൻറ്റു പി ഡി എന്ന് പറയുന്ന ഇക്വേഷൻ ഉണ്ട്. അതൊരു പോയിന്റായി മാറുമ്പം പി എ ഇൻറ്റു പി ബി ഈക്വൽ ടു പി സി ഇൻറ്റു പി സി അഗെയിൻ, ബിക്കോസ് ഡി ആൻഡ് സി ആർ ഈക്വൽ നൗ. അപ്പോൾ പി സി ഇൻറ്റു പി സി വിൽ ബി പി സി സ്ക്വയർ. അങ്ങനെ ഒരു പുതിയ റിസൾട്ട് നമുക്കവിടെ കിട്ടും. അത് നമ്മളൊരു ജോമെട്രിക്കലായിട്ട് പ്രൂവ് ചെയ്യണം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റിസൾട്ടാണ് നമ്മൾ പ്രൂവ് ചെയ്യാൻ പോകുന്നത്. വി വിൽ അപ്ലൈ ദാറ്റ് വൺ ഇൻ സം കൺസ്ട്രക്ഷൻസ് ആൻഡ് വി വിൽ അപ്ലൈ ദാറ്റ് റിസൾട്ട് ടു സോൾവ് സം പ്രോബ്ലംസ്. ഓക്കെ, നമുക്ക് ആ ഒരു റിസൾട്ടിനെ ഉണ്ടാക്കിയെടുക്കാം. ഓക്കെ, ഈ ഒരു ചിത്രത്തിനെ നമുക്ക് മാറ്റി വരക്കാം. സി, ഓക്കെ, ഹിയർ വി ഹാവ് ഡ്രോൺ ദി ഫിഗർ അഗെയിൻ. നമ്മൾ ആ ഫിഗറിനെ ഇങ്ങോട്ട് വരച്ചിട്ടുണ്ട്. എ ബി ഈസ് ദി കോഡ് എക്സ്റ്റെൻഡഡ് ആൻഡ് ദി ടാൻജൻറ്റ് അറ്റ് ദി പോയിന്റ് സി മീറ്റ് അറ്റ് എ പോയിന്റ് പി. വി ഹാവ് ടു പ്രൂവ് പി എ ഇൻറ്റു പി ബി ഈക്വൽ ടു പി സി സ്ക്വയർഡ്. ഓക്കെ, ലെറ്റ് us write this one as a question. In the figure, the chord AB extended and the tangent at the vertex C at the point C meet at a point P outside the circle. Then we have to prove PA into PB equal to PC square. ഇത് പ്രൂവ് ചെയ്യാണ് വേണ്ടത്. ഓക്കെ, ഫോർ ദിസ് ലെറ്റ് us join AC and BD. Then we will get two triangles PAC and PCB. Let us join AC and BC. Now consider triangle PAC and PCB. Let us write that one. We have joined AC and BD and consider triangle PAC and PCB. PAC, this triangle, here a smaller triangle, and PCB, this one. We are going to prove these two triangles are similar. ഈ രണ്ട് ട്രയാങ്കിളും സിമിലർ ആണ് എന്നാണ് നമ്മൾ ഇനി പ്രൂവ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, നൗ ദിസ് വൺ ഈസ് എ കോഡ് ഓഫ് ദി സർക്കിൾ. Now at the end point a tangent line is there, and so here we can see an angle between a chord and a tangent line. Okay, here we can mark that angle, this angle between tangent and chord. See the angle, that is the angle between tangent and chord. Okay, if we suppose that angle by x, we can prove to this angle, to this angle, this one is the part of the circle at the other side. ഇത് മറ്റേ ഭാഗത്തുള്ള സർക്കിളിൻ്റെ പാർട്ടാണ്. ഓക്കെ, അതിലുള്ള ആംഗിളാണ് ആംഗിൾ CBA. ഓക്കെ, ഇതിന് തൊട്ട് മുമ്പ് പഠിച്ച നിയമപ്രകാരം ദീസ് ടു ആംഗിൾസ് ആർ ഈക്വൽ. ദിസ് ആംഗിൾ ഈസ് ഓൾസോ എക്സ്. ഓക്കെ, ആംഗിൾ ബിറ്റ്വീൻ ടാൻജൻറ്റ് ആൻഡ് കോഡ് ഈക്വൽ ടു ആംഗിൾ ഇൻ ദി പാർട്ട് ഓഫ് ദി സർക്കിൾ അറ്റ് ദി അതർ സൈഡ്. ഈ രണ്ട് ആംഗിൾ ഈക്വൽ ആണ് എന്ന് പറഞ്ഞാൽ നമ്മുടെ PAC എന്ന് പറഞ്ഞ ഈ ട്രയാങ്കിളിൻ്റെ ഒരു ആംഗിള് PCB എന്ന് പറയുന്ന ഈ ട്രയാങ്കിളിൻ്റെ ഒരു ആംഗിളിന് ഈക്വലായി വന്നു. സിമിലർ ആണെന്ന് പറയാൻ ഇനി ഒരു ആംഗിളും കൂടി ഈക്വൽ ആണ് എന്ന് പറഞ്ഞാൽ മതി. ഓക്കെ, ലെറ്റ് us write this one. Angle PCA will be equal to angle PBC. ഓക്കെ, ഇനി ഒരു ആംഗിളും കൂടി ഈക്വൽ ആണെന്ന് പറയാൻ ഈ ആംഗിൾ P is common for both of the triangle. ഈ ട്രയാങ്കിളിൻ്റെയും ഈ ചെറിയ ട്രയാങ്കിളിൻ്റെയും ഒരു ആംഗിളാണിത്, വലിയ ട്രയാങ്കിളിനും ഒരു ആംഗിളാണിത്. ആംഗിൾ P ഈസ് കോമൺ ഫോർ ബോത്ത് ഓഫ് ദി ട്രയാങ്കിൾ. രണ്ട് ട്രയാങ്കിൾസിൻ്റെ രണ്ട് ആംഗിൾസ് ഈക്വൽ ആണെന്ന് പറയുമ്പോൾ ട്രയാങ്കിൾസ് സിമിലർ. ഹിയർ വി സി ട്രയാങ്കിൾ PAC സിമിലർ ടു ട്രയാങ്കിൾ PCB. ലെറ്റ് us write that one. ഓക്കെ, സിമിലർ എന്ന് പറയുമ്പോൾ we know their sides are proportional. That you have learned in the 9th standard. Proportional എന്ന് പറഞ്ഞാൽ we can write down the ratio of corresponding sides as equal. ഈ ചെറിയ ട്രയാങ്കിളിൻ്റെ PA എന്ന് പറയുന്ന സൈഡ്,
അത് എക്സ് ഡിഗ്രി ആംഗിളിൻ്റെ ഓപ്പോസിറ്റുള്ള സൈഡാണ്. വലിയ ട്രയാങ്കിളിൻ്റെ എക്സ് ഡിഗ്രി ആംഗിളിൻ്റെ ഓപ്പോസിറ്റുള്ള സൈഡ് പി സി ആണ്. അപ്പം പി എ ആദ്യം ന്യൂമറേറ്റർ ആയിട്ട് ചെറുതിൻ്റെ എടുക്കുകയാണെങ്കിൽ പി എയും ചെറിയ ട്രയാങ്കിളിൻ്റെ എക്സ് ഡിഗ്രിക്ക് ഓപ്പോസിറ്റുള്ള പി എയും വലിയ ട്രയാങ്കിളിൻ്റെ എക്സ് ഡിഗ്രിക്ക് ഓപ്പോസിറ്റുള്ള പി സിയും തമ്മിലുള്ള റേഷ്യോ എന്ന് പറയുന്നത് പി എ ബൈ പി സി. ആ റേഷ്യോ, ആ വാല്യൂ വിൽ ബി ഈക്വൽ ടു 2. വീണ്ടും ചെറിയ ട്രയാങ്കിളിൻ്റെ ഒരു സൈഡ് ഞാൻ പി സി എടുക്കുകയാണ്. പി സി എന്ന് പറഞ്ഞാൽ ഈ ആംഗിളിൻ്റെ ഓപ്പോസിറ്റുള്ളതാണ്, മാർക്ക് ചെയ്യപ്പെടാത്ത, നമ്മളിതുവരെ പരിഗണിക്കാത്ത ആംഗിളിൻ്റെ ഓപ്പോസിറ്റുള്ള സൈഡ്. വീണ്ടും ചെറുതിൻ്റെ തന്നെ ന്യൂമറേറ്റർ ആയിട്ട് എടുത്തു. വലുതിൻ്റെ മാർക്ക് ചെയ്യപ്പെടാത്ത ആംഗിൾ എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഇതാണ്. ഇതിൻ്റെ ഓപ്പോസിറ്റുള്ളത് എന്ന് പറയുന്നത് പി വി ആണ്. അപ്പോൾ നമുക്ക് വീണ്ടും അതിന് ഈക്വലായിട്ടുള്ള റേഷ്യോ എഴുതുമ്പം ദാറ്റ് വിൽ ബി ഈക്വൽ ടു പി സി ബൈ പി വി. ഓക്കെ, ഒന്നുകൂടി പറയാം. എക്സ് ഡിഗ്രി ആദ്യം ചെറിയ ട്രയാങ്കിളിൻ്റെ എക്സ് ഡിഗ്രിക്ക് ഓപ്പോസിറ്റുള്ള പി എ, വലിയ ട്രയാങ്കിളിൻ്റെ എക്സ് ഡിഗ്രിക്ക് ഓപ്പോസിറ്റുള്ള പി സി. പി എ ബൈ പി സി വിൽ ബി ഈക്വൽ ടു 2. വീണ്ടും ചെറിയ ട്രയാങ്കിളിൻ്റെ ഈ സൈഡ് എടുക്കുകയാണെങ്കിൽ മാർക്ക് ചെയ്യപ്പെടാത്ത ഈ ആംഗിളിൻ്റെ ഓപ്പോസിറ്റുള്ള പി സി ബൈ വലിയ ട്രയാങ്കിളിൻ്റെ മാർക്ക് ചെയ്യപ്പെടാത്ത ആംഗിളിൻ്റെ ഓപ്പോസിറ്റുള്ള ബൈ പി ബി. നമ്മൾ എഴുതുകയാണെങ്കിൽ പി എ ബൈ പി സി ഈക്വൽ ടു പി സി ബൈ പി ബി. That is mean by ratio of sides are equal. PA by PC equal to PC by PB. Now, on cross multiplication, PA into PB equal to PC into PC. That is PA into PB equal to PC square. Okay, which we want to prove. Okay, angle between tangent and chord is equal to angle in the part of the circle at the other side എന്നുള്ള ആശയം ഉപയോഗിച്ചിട്ടാണ് നമ്മളിത് പ്രൂവ് ചെയ്തത്. നിങ്ങൾ ഈ വീഡിയോ പോസ് ചെയ്ത് ഈ ചിത്രം വരച്ച് ഈ ചോദ്യം എഴുതി ഇത്രയും കാര്യങ്ങൾ ഇതിൻ്റെ പ്രൂഫായിട്ട് അവിടെ എഴുതി വെക്കുക. ഓക്കെ, നൗ വി ഹാവ് ഗോട്ട് വെരി ഇമ്പോർട്ടൻറ്റ് റിസൾട്ട്. വെൻ എ chord extended and a tangent at a point meet at a point, we will get such a result. This result here we are going to apply in some constructions. This result we can apply to construct a rectangle with the area equal to 2a square. നിങ്ങൾ സർക്കിൾസ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ റെക്റ്റാങ്കിളിൻ്റെ ഏരിയക്ക് ഈക്വൽ ഏരിയ ഉള്ള സ്ക്വയറിലേക്ക് കൊണ്ടുപോകാൻ പഠിച്ചിട്ടുണ്ട്. ഏത് പോളിഗണേയും ഈക്വൽ ഏരിയ ഉള്ള ഒരു സ്ക്വയർ വരക്കാൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ റെക്റ്റാങ്കിളിൻ്റെ ഏരിയക്ക് ഈക്വൽ ഏരിയ ഉള്ള ഒരു സ്ക്വയർ വരക്കാൻ നമുക്കറിയാം. ഇവിടെ നേരെ അതിൻ്റെ റിവേഴ്സ് നമ്മൾ ചെയ്ത് നോക്കുകയാണ്. ഇഫ് എ സ്ക്വയർ ഈസ് ഗിവൺ, ഹൗ ക്യാൻ വി ഡ്രോ എ റെക്റ്റാങ്കിൾ? ഒരു സ്ക്വയർ തന്നാൽ അതിൻ്റെ ഈക്വൽ ഏരിയയുള്ള റെക്റ്റാങ്കിൾ എങ്ങനെ വരക്കാമെന്നാണ് ഈ റിസൾട്ട് ഉപയോഗിച്ചിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഈ റിസൾട്ട് ഇതിന് മാത്രമല്ല പറ്റുക, രണ്ട് വേയിലും ഇത് ചെയ്യാം. എന്ന് പറഞ്ഞാൽ റെക്റ്റാങ്കിളിൻ്റെ ഏരിയക്ക് ഈക്വൽ ഏരിയയുള്ള സ്ക്വയർ വരക്കാനും ഈ റിസൾട്ട് പറ്റും, സ്ക്വയറിൻ്റെ ഏരിയക്ക് ഈക്വലായിട്ടുള്ള റെക്റ്റാങ്കിൾ വരക്കാനും ഇത് പറ്റും. മറ്റത് നമ്മൾ മുമ്പ് ചെയ്തുകൊണ്ട് നമ്മൾ റിവേഴ്സ് മാത്രം ചെയ്യാം. ദാറ്റ് മീൻ യു വിൽ ബി ഗിവൺ എ സ്ക്വയർ ഫസ്റ്റ്. യു ഹാവ് ടു ഡ്രോ എ റെക്റ്റാങ്കിൾ വിത്ത് ഏരിയ ഈക്വൽ ടു ദാറ്റ് വൺ വിത്ത് സം സ്പെസിഫിക്കേഷൻസ്. ചില അളവുകൾ തന്നിട്ട് അത് പ്രകാരം വരക്കാൻ നിങ്ങളോട് ആവശ്യപ്പെടുന്നൊരു വർക്കാണ് നമ്മൾ ഇനി അടുത്തതായിട്ട് ചെയ്യണത്. ഓക്കെ, ആദ്യം ഇത് എഴുതിയിട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റിസൾട്ടാണ് ആദ്യം ഇത് എഴുതിയെടുക്കുക. നമ്മൾ അടുത്ത കാര്യം പറയാൻ പോവാണ്. സി നൗ read the question. Draw a square of one side 3 cm. Then draw a rectangle with the area equal to that and with one side 5 cm. ഇവിടെ ഒരു സ്ക്വയർ, ഇറ്റ്സ് വൺ സൈഡ് ഇസ് 3 cm. 3 cm വൺ സൈഡ് ആയിട്ടുള്ള സ്ക്വയർ വരക്കാൻ പറഞ്ഞത്. ആഫ്റ്റർ ദാറ്റ് യു ഹാവ് ടു ഡ്രോ എ റെക്ടാങ്കിൾ വിത്ത് ഏരിയ ഈക്വൽ ടു ദാറ്റ്, ബട്ട് ഇറ്റ്സ് വൺ സൈഡ് ഷുഡ് ബി 5 cm. എന്ന് പറയുമ്പോൾ ഒരു സ്ക്വയറിൻ്റെ ഏരിയയ്ക്ക് ഈക്വൽ ഏരിയ ഉള്ള ഒരു റെക്റ്റാങ്കിളിൻ്റെ ഏരിയ വരക്കാനാണ് പറഞ്ഞത്. നമ്മൾ പറഞ്ഞ പോലെ ഇവിടെ വരക്കാൻ പോവാണ്. ആദ്യം വൺ സൈഡ് 3 cm ആയിട്ടുള്ളൊരു സ്ക്വയർ വരയ്ക്കുക. അത് നിങ്ങൾക്കറിയാം, ഞാനത് മുഴുവനും പറയുന്നില്ല, എളുപ്പത്തിനും വേണ്ടിയിട്ട് സ്ക്വയർ വരച്ചു കഴിഞ്ഞാൽ ഉള്ള അവസ്ഥ മാത്രം ഉപയോഗിച്ച് തുടർന്ന് പറയാം. ഓക്കെ, ഒരു സ്ക്വയർ ഞാൻ വരച്ചിട്ടുണ്ട്. ഇറ്റ്സ് വൺ സൈഡ് ഈസ് 3 cm. വി ഹാവ് ടേക്കൺ ഇറ്റ്സ് വൺ സൈഡ് 3 cm. ലെറ്റ് us mark it is 3 cm. Okay, ഇനി we have to draw a rectangle with the area equal to this one, but one side of that rectangle should be 5 cm. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത്, ഇവിടെ നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള എ ടാൻജൻറ്റ്, എ കോഡ് എക്സ്റ്റൻഡ് ആൻഡ് എ ടാൻജൻറ്റ് മീറ്റ് അറ്റ് എ പോയിന്റ്. അപ്പോൾ നമുക്ക് കിട്ടിയിട്ടുണ്ട് അവിടെ പി ഐ ഇൻറ്റു പി ബി ഈക്വൽ ടു പി സി സ്ക്വയർ എന്ന് പറയുന്ന റിസൾട്ട്.
അതിവിടെ അപ്ലൈ ചെയ്യാൻ പോവാം. ഫോർ ദിസ് ലെറ്റ് us ഫസ്റ്റ് എക്സ്റ്റെൻഡ് ദിസ് സൈഡ് ഔട്ട്വേർഡ്സ്. ഈ സൈഡിനെ നമുക്കൊന്ന് പുറത്തേക്ക് നീട്ടുകയാണ്. എന്താണ് എന്തിനാണ് എന്നുള്ളത് നിങ്ങൾ വഴിയെ മനസ്സിലാക്കും. സി ഇറ്റ് ഈസ് എക്സ്റ്റെൻഡ്. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോഴും സ്കെയിൽ ഇവിടെ വെച്ചിട്ട് ഈ സൈഡുമായി ചേർത്ത് വെച്ച് എക്സ്റ്റെൻഡ് ഇറ്റ് ഔട്ട്. ആൻഡ് ലെറ്റ് us മാർക്ക് എ പോയിന്റ് ഹിയർ സംവെയർ ദർ ഓൺ എക്സ്റ്റെൻഡ് ലൈൻ. ആ എക്സ്റ്റെൻഡ് ചെയ്ത ലൈനിൽ എവിടെയെങ്കിലും ഒരു പോയിന്റ് മാർക്ക് ചെയ്യുക. നോ റെസ്ട്രിക്ഷൻ, അതിനൊരു റെസ്ട്രിക്ഷനും ഇല്ല എവിടെ ആയിരിക്കണം എന്നുള്ള കാര്യത്തിൽ. യു ക്യാൻ മാർക്ക് എനി വേർ ദർ. നൗ ഹിയർ വി ആർ ഗോയിങ് ടു കീപ് കോമ്പസ് ഹിയർ. കീപ് കോമ്പസ് ഹിയർ. Take this much distance in compass. Draw a circle. ഈ പോയിന്റ് സെൻറ്റർ ആയും കൊണ്ടും ഇവിടെ മുതൽ ഇതുവരെയുള്ള ഡിസ്റ്റൻസ് റേഡിയസ് ആയും കൊണ്ട് ഒരു സർക്കിൾ വരയ്ക്കുക. ഫോർ ദാറ്റ് കീപ് കോമ്പസ് ഹിയർ, എക്സ്റ്റെൻഡ് കോമ്പസ് അപ് ടു ദിസ് പോയിന്റ് ആൻഡ് റൊട്ടേറ്റ് ഇറ്റ്. വി വിൽ ഗെറ്റ് എ സർക്കിൾ. ഓക്കെ. നൗ ഹിയർ വി തിങ്ക് ദിസ് വൺ ഈസ് ദി ടാൻജന്റ് ഡ്രോൺ ടു ദിസ് സർക്കിൾ. ഇത് ഈ സർക്കിളിലേക്ക് വരച്ച ഒരു ടാൻജൻ്റ് ലൈനാണിത്. അങ്ങനെയാണ് നമ്മൾ വരച്ചെടുത്തത്. ഓക്കെ. നൗ ഇറ്റ് ഈസ് സെഡ് വൺ സൈഡ് ഓഫ് ദി റെക്റ്റാങ്കിൾ ടു ബി ഡ്രോൺ ഈസ് 5 സെൻറ്റിമീറ്റർ. നമ്മൾ വരയ്ക്കേണ്ട റെക്റ്റാങ്കിളിൻ്റെ വൺ സൈഡ് 5 സെൻറ്റിമീറ്ററാണ്. ദെയർഫോർ ടേക്കിംഗ് 5 സെൻറ്റിമീറ്റർ ഇൻ കോമ്പസ്. സ്കെയിലിൽ നിന്നും 5 സെൻറ്റിമീറ്റർ കോമ്പസിൽ അളന്നെടുക്കുക. ഓക്കെ. കീപ് കോമ്പസ് ഹിയർ. കോമ്പസ് ഇവിടെ കുത്തുക. കീപ് കോമ്പസ് ഹിയർ. ദെൻ 5 സെൻറ്റിമീറ്റർ കോമ്പസിൽ നിലനിർത്തിയിട്ട് ഈ സർക്കിളിൻ്റെ ഏതെങ്കിലും ഒരു പോയിന്റിൽ കട്ട് ചെയ്യാം. ഓക്കെ. വളരെ ചെറുതാക്കി വരച്ച് കഴിഞ്ഞാൽ 5 സെൻറ്റിമീറ്റർ കിട്ടില്ല. അപ്പം ഒരു സൗകര്യപ്രദമായിട്ടുള്ള രീതിയിലായിരിക്കണം ആദ്യത്തെ സർക്കിൾ വരച്ചിട്ടുണ്ടാകേണ്ടത്. സൈസ് കൂടുന്നത് കൊണ്ട് പ്രശ്നമല്ല. ഓക്കെ. ആൻഡ് സോ നൗ ഇൻ ദി കോമ്പസ് 5 സെൻറ്റിമീറ്റർ ഈസ് ദർ. കീപ്പിംഗ് കോമ്പസ് ഹിയർ അറ്റ് ദിസ് പോയിന്റ് ഡ്രോ ആൻ ആർക്ക് ടു കട്ട് ദിസ് സർക്കിൾ. ഓക്കെ. അങ്ങനെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ആർക്ക് അവിടെ കിട്ടും. ഓക്കെ. This side, this much length, that length is now 5 centimeter. That length is now 5 centimeter. നമുക്കത് 5 സെൻറ്റിമീറ്റർ ആയിട്ടാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. സി ദാറ്റ് വൺ ഈസ് 5 സെൻറ്റിമീറ്റർ. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഈ ലെങ്ത്ത് സർക്കിളിൻ്റെ നമ്മൾ വരക്കാൻ പോകുന്ന റെക്റ്റാങ്കിളിൻ്റെ ലെങ്ത്താക്കി എടുക്കാൻ പോകണം. ഓക്കെ. ഇപ്പോൾ ഇവിടെ മുമ്പ് പറഞ്ഞ അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. ഹിയർ ദിസ് വൺ ഈസ് എ കോഡ് ഓഫ് ദി സർക്കിൾ that is extended and the tangent at this vertex meet at a point. അതുകൊണ്ട് ഇതിൻ്റെ സ്ക്വയർ PC സ്ക്വയർ, ഇതിൻ്റെ സ്ക്വയർ, അതായത് ഇതിൻ്റെ ഏരിയ വിൽ ബി ഈക്വൽ ടു ദിസ് പീസ് ഇൻറ്റു ദിസ് ഫുൾ പീസ് എന്ന് പറയുമ്പോൾ ഈ ലെങ്ത്ത്, ഈ ഫുൾ ലെങ്ത്ത് റെക്റ്റാങ്കിളിൻ്റെ ലെങ്ത്തായിട്ടും ഈ ചെറിയ ലെങ്ത്ത് റെക്റ്റാങ്കിളിൻ്റെ ബ്രെഡ്ത്തുമാകുന്ന രീതിയിൽ ഒരു റെക്റ്റാങ്കിൾ വരച്ചാൽ its area will be this small piece into this full length will be equal to this one. അപ്പോൾ ഏരിയ ഈക്വൽ ആയിക്കോളും. ഓക്കെ. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട പണി ഇനി ഒരു റെക്റ്റാങ്കിൾ മുഴുവനാക്കുക എന്നുള്ളതാണ്. ആ റെക്റ്റാങ്കിളിൻ്റെ ലെങ്ത്താണ് ഈ ഡിസ്റ്റൻസ്, അതിൻ്റെ ബ്രെഡ്ത്താണ് ഈ ഡിസ്റ്റൻസ്. ഓക്കെ. ഫോർ ദാറ്റ് അപ്പോൾ നമ്മൾ ഇവിടെ ഒരു പെർപെൻഡിക്കുലർ വരക്കണം. ഈ ലൈനിന് ഈ പോയിന്റിൽ ഒരു പെർപെൻഡിക്കുലർ വരക്കണം. ഓക്കെ. ആ പെർപെൻഡിക്കുലറിൽ ഈ ഡിസ്റ്റൻസ് മാർക്ക് ചെയ്താൽ മതി. ഓക്കെ. അപ്പോൾ അത് എക്സ്റ്റെൻഡ് ചെയ്യാൻ ഈ കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് കുറേ പ്രാവശ്യം പറഞ്ഞു തന്നതാണ്. സ്കെയിൽ വെച്ചിട്ട് ഈ ലൈനിന് കുറച്ചൊന്ന് പുറത്തേക്ക് എക്സ്റ്റെൻഡ് ചെയ്യുക. ഓക്കെ. എക്സ്റ്റെൻഡ് ചെയ്ത ഈ പോയിന്റിൽ പെർപെൻഡിക്കുലർ വരക്കാൻ കീപ്പിംഗ് കോമ്പസ് ഹിയർ ലെറ്റ് us ഡ്രോ ആൻ ആർക്ക് ഹിയർ അലോങ് ദിസ് വേ ആൻഡ് ദിസ് വേ. ഓക്കെ. സെയിം ഡിസ്റ്റൻസ് കോമ്പസിൽ വരുന്ന രീതിയിൽ കോമ്പസ് ഇവിടെ നിർത്തിയിട്ട് ഒരാർക്ക് ഇങ്ങോട്ടും ഒരാർക്ക് ഇങ്ങോട്ടും ഇരുവശത്തേക്കും മാർക്ക് ചെയ്യുക. ഓക്കെ. അങ്ങനെ മാർക്ക് ചെയ്ത് കിട്ടിയ 2 പോയിൻറ്റ്സിൽ വീണ്ടും കോമ്പസ് കുത്തുക. കോമ്പസ് ഇവിടെ കുത്തിയിട്ട് ഒരാർക്ക് ഇങ്ങോട്ടും അതേ അളവിൽ ഇവിടെ കുത്തിയിട്ട് അതിനെ കട്ട് ചെയ്യുന്ന രീതിയിൽ വീണ്ടും വരച്ചു കൊടുക്കുക. യു വിൽ ഗെറ്റ് 2 ആർക്സ് there then. സി നമ്മൾ പല പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞാണ്. ഓക്കെ. നൗ ഡ്രോ എ ലൈൻ ജോയിനിങ് ദീസ് 2 പോയിൻറ്റ്സ്. സ്കെയിൽ ഈ പോയിൻറ്റും ചേർത്ത് വെച്ച് കുറച്ചങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കുക. യു വിൽ ഗെറ്റ് എ ലൈൻ ലൈക്ക് ദാറ്റ്. സി എലോങ് ദാറ്റ് എക്സ്റ്റെൻഡഡ് ലൈൻ നമ്മൾ വരയ്ക്കേണ്ട റെക്റ്റാങ്കിളിൻ്റെ ബ്രെഡ്ത്ത് വരേണ്ടത് ഈ പെർപെൻഡിക്കുലറിലാണ്. നൗ ഇറ്റ്സ് ബ്രെഡ്ത്ത് ഈസ് ദിസ് മച്ച് ഡിസ്റ്റൻസ്. ഈ ഡിസ്റ്റൻസാണ് ഇവിടെ മുതൽ ഇവിടം വരെയുള്ള ഡിസ്റ്റൻസാണ് നമ്മുടെ റെക്റ്റാങ്കിളിൻ്റെ ബ്രെഡ്ത്ത്. ഓക്കെ. അതുകൊണ്ട് ഈ ദൂരം കോമ്പസിൽ കുത്തിയെടുത്തിട്ട് കോമ്പസ് ഇവിടെ കുത്തിയിട്ട് ഒരാർക്ക് ഇങ്ങോട്ടേക്ക് വരച്ചെടുക്കുക. സി വി വിൽ ഗെറ്റ് സച്ച് ആൻ ആർക്ക്. ഓക്കെ. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇപ്പോൾ
ഇതാണ് നമ്മൾ വരയ്ക്കേണ്ട റെക്റ്റാങ്കിളിൻ്റെ ലെങ്ത്ത്. ഈ ഫുൾ ലെങ്ത്തും ഈ പീസും മൾട്ടിപ്ലൈ ചെയ്താൽ ഇതിൻ്റെ സ്ക്വയർ ആയിരിക്കും, എന്താണ് ഇതിൻ്റെ ഏരിയ ആയിരിക്കും എന്നുള്ളത് കൊണ്ട് ഈ ഫുൾ ലെങ്ത്തിനെ ഇതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക എന്ന് പറയുന്നത് ഈ ഫുൾ ലെങ്ത്തിനെ ഇതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഓക്കെ, therefore the rectangle with this much length its length and this one its breadth, we will get the same area as that of this one. ഓക്കെ, അപ്പോൾ ഇനി റെക്റ്റാങ്കിൾ മുഴുവനാക്കാൻ വേണ്ടിയിട്ട് കോമ്പസ് ഇവിടെ കുത്തി ഇതുവരെയുള്ള ഡിസ്റ്റൻസ് കോമ്പസിൽ കുത്തിയെടുത്തിട്ട് കോമ്പസ് ഈ പോയിന്റിൽ കുത്തിയിട്ട് ഒരാർക്ക് ഇങ്ങോട്ടും പിന്നെ അതേപോലെ നമുക്കത് വരക്കാം. അതേപോലെ ഇവിടെ കുത്തിയിട്ട് ഇങ്ങോട്ടും വരച്ചു കഴിഞ്ഞാൽ ഇവിടെ കുത്തിയിട്ട് ഒരാർക്ക് ഇങ്ങോട്ടും ഈ അളവ് കോമ്പസിലെടുത്തിട്ട് ഇവിടെ കുത്തിയിട്ട് ഇങ്ങോട്ടും വരച്ചു കഴിഞ്ഞാൽ വി വിൽ ഗെറ്റ് 2 ആർക്സ്. ഓക്കെ, വി വിൽ ഗെറ്റ് എ മീറ്റിംഗ് പോയിന്റ്. ഇത് അവിടേക്ക് ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്കും ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്കും ജോയിൻ ചെയ്യിപ്പിച്ച് കഴിഞ്ഞാൽ സ്കെയിൽ വെച്ച് ജോയിൻ ചെയ്യിപ്പിച്ച് കഴിഞ്ഞാൽ വി വിൽ ഗെറ്റ് ദി റെക്റ്റാങ്കിൾ. ഓക്കെ, ഇപ്പോൾ കിട്ടിയ റെക്റ്റാങ്കിൾ നമുക്കൊന്ന് ഷെയ്ഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ദിസ് റെക്റ്റാങ്കിൾ വിൽ ഹാവ് ദി സെയിം ഏരിയ ആസ് ദാറ്റ് ഓഫ് ദിസ് സ്ക്വയർ. ഓക്കെ, അപ്പോൾ നമ്മൾ പഠിച്ചിരിക്കുന്ന ഈ നിയമം ഉപയോഗിച്ചിട്ട് ഒരു സ്ക്വയറിൻ്റെ ഏരിയക്ക് ഈക്വൽ ഏരിയ ഉള്ളൊരു റെക്റ്റാങ്കിൾ വരയ്ക്കുന്നത് പഠിച്ചു. ഓക്കെ, നിങ്ങൾക്ക് ഇതേപോലെ നിങ്ങളുടെ നോട്ട് ബുക്കിൽ ഒരു സ്ക്വയർ 3 സെൻറ്റിമീറ്റർ വൺ സൈഡ് 3 സെൻറ്റിമീറ്റർ ആയിട്ടുള്ളൊരു സ്ക്വയർ വരച്ചിട്ട് ഈ കൺസ്ട്രക്ഷൻസ് ഒക്കെ അവിടെ നടത്തുക. ഈ ക്വസ്റ്റ്യൻ എഴുതിയിട്ട് ഈ കൺസ്ട്രക്ഷൻസ് നിങ്ങളുടെ നോട്ട് ബുക്കിൽ ചെയ്തോളാം. ഓക്കെ, now let us have a problem solved. See the figure. Read the question. In the picture, the sides of the large triangle are tangents of the circumcircle of the small triangle through its vertices. Calculate the angles of the large triangle. Here a circle is drawn. That circle is circumcircle of this smaller triangle. Now the sides of this larger triangle are tangents to this circle and the tangents are drawn at the vertices of the smaller triangle. Okay, ലാർജർ ട്രയാങ്കിളിൻ്റെ ആംഗിൾസ് കാണാനാണ് നമ്മളോട് പറഞ്ഞത്. ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഫിഗറിന് ഒന്ന് മാറ്റി വരക്കണം. ക്വസ്റ്റ്യന് വേണ്ടി തന്നിട്ടുള്ള ഫിഗറിൽ തന്നെ നിങ്ങൾ ഇനി അഡീഷണലായിട്ട് കൺസ്ട്രക്ഷൻ നടത്തരുത്. ഓക്കെ, ക്വസ്റ്റ്യൻ എന്താണെന്ന് അറിയാതെ പോകും. Let us redraw the figure again. In that figure, let us have this kind of constructions. See, here, when we see this one is a tangent and this one is a chord. A chord at its end point, a tangent line is drawn. Therefore, here we can see angle between tangent and chord. To that angle, this one is the angle in the part of the circle at the other side. Therefore, these two angles are equal. And so, ഇവിടെ നമ്മൾ അപ്ലൈ ചെയ്യുന്ന നിയമം angle between tangent and chord will be equal to the angle in the part of the circle at the other side എന്ന നിയമം നമ്മൾ ഈ പ്രോബ്ലത്തിൽ അപ്ലൈ ചെയ്യുകയാണ്. നമ്മൾ ആ സ്റ്റെപ്പ് ആദ്യം എഴുതി വെച്ചു. ആദ്യം നമുക്ക് ഈ സർക്കിളിൻ്റെ ഈ ട്രയാങ്കിളിൻ്റെ വെർട്ടിസസിനെ സ്മോളർ ട്രയാങ്കിളിൻ്റെ വെർട്ടിസസിനെ എ ബി സി എന്നും ലാർജർ ട്രയാങ്കിളിൻ്റെ വെർട്ടിസസിനെ നമുക്ക് ഡി ഇ എഫ് എന്നും പേര് കൊടുക്കുകയാണ്. സി ഇറ്റ് ഇസ് നെയിം ഈസ് ഗിവൺ ലൈക്ക് ദാറ്റ്. ഇനി we see angle ABC 70 degree mean angle ACE also should be 70 degree as it is set according to the angle between tangent and chord is equal to the angle in the part of the circle at the other side. Okay, therefore this angle ACE, let us mark that one if it is needed. That angle is also 70 degree. This angle is also 70 degree. Let us write that one. Angle ABC 70 degree mean angle ACE is 70 degree. ഈ ആംഗിൾ 70 ഡിഗ്രി ആണ്. ഓക്കെ, എന്ന പോലെ ഇതും 70 ഡിഗ്രി ആകണം. ബിക്കോസ് ദിസ് വൺ ഈസ് ആംഗിൾ ബിറ്റ്വീൻ ടാൻജന്റ് ആൻഡ് കോഡ്. ഓക്കെ, ദെൻ ദിസ് ആംഗിൾ വിൽ ബി ഈക്വൽ ടു ആംഗിൾ ഇൻ ദി പാർട്ട് ഓഫ് ദി സർക്കിൾ അറ്റ് ദി അതർ സൈഡ്. ഇതിനെ സംബന്ധിച്ചിടത്തോളം ഇതും ആംഗിൾ ഇൻ ദി പാർട്ട് ഓഫ് ദി സർക്കിൾ അറ്റ് ദി അതർ സൈഡ്. അതുകൊണ്ട് ഇത് 70 ഡിഗ്രിയാണ്. അല്ലാതെ ഇത് ഇ എ സി എന്ന് പറയുന്ന ട്രയാങ്കിൾ ഐസോസിലസ് ആയതുകൊണ്ടും ഇത് 70 ഡിഗ്രി. രണ്ട് നിലക്കും ഇത് 70 ഡിഗ്രിയാണെന്ന് നമുക്ക് കാണിക്കാൻ പറ്റും. ആംഗിൾ ഇ എ സി ഈസ് 70 ഡിഗ്രി. സി ഓക്കെ, ഇതും 70 ആണ്, ഇതും 70 ആണ്. Therefore angle E is equal to, from 180 we have to subtract 2 70s, that will be
From 180, when 140 subtracted, it will be 40 degree. See, that will be 40 degree. This angle 40 degree ആണെന്ന് മനസ്സിലായി. എന്ന പോലെ ആംഗിൾ എ സി ബി 50 ഡിഗ്രി ആണെന്നതിനാൽ ഈ ആംഗിൾ 50 ഡിഗ്രി ആണെന്നതിനാൽ ഈ ആംഗിളും 50 ഡിഗ്രി ആയിക്കോളും. ഇതേ കാരണങ്ങൾ കൊണ്ട് ദിസ് 50 ഡിഗ്രി മീൻ ദിസ് വിൽ ബി 50 ഡിഗ്രി. ആംഗിൾ എ സി ബി ഈക്വൽ ടു 50 മീൻ ആംഗിൾ എ ബി ഡി ഈസ് 50 ഡിഗ്രി. ദെൻ ലെറ്റ് us write that one. ഓക്കെ ഓക്കെ, ഇത് 50 ഡിഗ്രി ആയതുകൊണ്ട് ഇതും 50 ഡിഗ്രി ഐസോസെലസ് ആണതുകൊണ്ടും അല്ലാതെയും പറയാം ഇത് 50 ഡിഗ്രി ആണ്. therefore ആംഗിൾ ഡി എ ബി ഓർ ബി എ ഡി ഓൾസോ ഈസ് 50 ഡിഗ്രി. അത് 50 ഡിഗ്രി ആണ് നമുക്ക് കിട്ടി. These two angles are 50 mean this one is to become 180 degree. This one, these two together takes 100 mean this will be 80 degree. Then angle D is now 80 degree. Now two angles of the larger triangle is obtained. This one 40, this one 80, altogether 120. To make 180, this one must take 60 degree. Therefore angle F is 60 degree. Okay, now all angles are obtained. If you write they are all together, it will be like that. Angle D 80 degree, angle E 40 degree, angle F 60 degree. Okay, now we have determined all angles of the larger triangle. See, all angles of the larger triangle is determined. Now instead of giving this two angles of the smaller triangle, if the two angles of the larger triangle is given, if we are asked to find out all angles of the smaller triangle, we have to apply the same result there and we will get at last all angles of the smaller triangle. എക്സാമിന് ഏതെങ്കിലും ഒരു ഫിഗർ നിങ്ങൾക്ക് തരും, എന്നിട്ട് ഒരു രണ്ട് ആംഗിൾസ് തന്നിട്ട് ഏതെങ്കിലും ഒരു ആംഗിൾ കാണാൻ പറയുന്ന ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് പബ്ലിക് പരീക്ഷകളിലും അല്ലെങ്കിൽ കോമ്പറ്റേറ്റീവ് എക്സാമുകളിലൊക്കെ അങ്ങനെ വന്നേക്കാം. ഓക്കെ, ഇനി ഈ തിരിച്ചുള്ള അതായത് ലാർജറിൻ്റെ ആംഗിൾസ് തന്നിട്ട് സ്മോളറിൻ്റെ കാണാൻ പറയുന്ന പ്രോബ്ലം ഞാൻ നിങ്ങൾക്ക് ഹോംവർക്കായിട്ട് തരാം. ഓക്കെ, ലെറ്റ് us go to next problem. See, now one more question. See the figure, read the question. It is such: tangent to a circumcircle of a regular pentagon through a vertex is shown. This one is a regular pentagon. This circle is the circumcircle of that regular pentagon and a tangent is drawn to the circle at a point such that that point is the vertex of the regular pentagon. We are asked to determine angle between tangent and one side of the regular pentagon. What is the angle between these two segments? Okay, we have to find out this much angle. That is, we have to find out this angle. See, that angle is to be calculated. Okay, at first let us name the regular pentagon by A, B, C, D, E like that. And the tangent by PQ, it passes through the vertex A of the regular pentagon. Now we have to determine angle BAQ. For this, let us, we know ABCDE is a regular pentagon. One angle of a regular pentagon is 108 degree. Angle BAE, this angle will be 108 degree. That angle will be 108 degree. This angle will be 108 degree. Okay, and so if we join BE, we can see there an isosceles triangle ABE. It is an isosceles triangle. Since it is regular pentagon, all sides are equal, mean AB and AE are equal. Therefore, this one is an isosceles. These two angles are equal. This angle alone 108 degree mean the sum of these two angles will be 72 degrees. These two angles will be 72 degrees. Therefore, this will be half of that 72 mean this angle. That angle will be 36 degree. That angle will be 36. Okay, if this one is 36, we see when this angle is considered, this angle is angle in the part of the circle at the other side of this angle. ഈ ആംഗിളിൻ്റെ മറുവശത്തുള്ള പാർട്ടിലുള്ള ആംഗിളാണിത്. Therefore, this angle will be, it is the angle between tangent and chord, that will be equal to this angle mean this angle will be 36 degree. Then നമുക്ക് കണ്ടെത്തേണ്ട ഈ ആംഗിൾ അതും 36 ഡിഗ്രി ആണെന്ന് എത്തിക്കഴിയും. ഓക്കെ, അപ്പം നമ്മളോട് കാണാൻ പറഞ്ഞത് ആയി. അതിൻ്റെ സ്റ്റെപ്സ് എഴുതുകയാണെന്നുണ്ടെങ്കിൽ വി സി ആംഗിൾ BAE ഈസ് 108 ഡിഗ്രി. കുറച്ച് എഴുതാനേ ഉള്ളൂ. നൗ ദിസ് ആംഗിൾ വിൽ ബി the sum of these two angles is 72, then therefore each one of them are equal mean each one will be
E or angle AEB will be 36 degree then. Okay, if this one 36 degree mean this also will be 36, as it is angle between tangent and chord is equal to the angle in the part of the circle at the other side. Okay, in that way we have determined this angle. In the same way we can say this angle is also 36 degree. Okay, write such a question there in your notebook and draw the question figure. After that you have to answer the question, redraw the figure. In that figure you can have these constructions there. Okay, now let us have some homeworks. Here are some questions. You have to do this one as homework. Read the question. In the picture, the sides of a large triangle are tangents of the circumcircle of the small triangle. That means the sides of the large triangle are the tangents of the circle, and that tangents are drawn at the vertices of the smaller triangle. Calculate the angles of the small triangle. Okay, you need to calculate the angles of the smaller triangle. Such a question we have already done. There the angles of the smaller triangle is given. You are asked to find out the angles of the larger triangle. Okay, ഇവിടെ നേരെ തിരിച്ചുള്ള പ്രോസസ്സാണ് തന്നത്. ലാർജർ ട്രയാങ്കിളിൻ്റെ ആംഗിൾസ് തന്നിട്ട് സ്മോളർ കാണാൻ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഒരു ക്വസ്റ്റ്യനും കൂടെ സി. ഹിയർ in the picture AB is the diameter and P is a point on AB extended. A tangent from P touches the circle at Q. What is the radius of the circle? That means PQ is the tangent. The length of the tangent is 4 cm. The distance from P to A, PA, is given as 8 cm. Okay, PA, the length of PA is 8 cm, not the diameter. Okay, പ്രത്യേകം ശ്രദ്ധിക്കുക, length from P to A is 8 cm. You need to determine the radius of the circle. Okay, you know PB into PA is equal to PQ square. From that one you can calculate PB. Okay, as you get PB, when it is subtracted from 8 cm, you will get the length of AB, that is the diameter. From that one you can find out the radius. Okay, how to done? Then one more question, see. Here it is to construct a rectangle with one side 6 cm and its area equal to a square of side 5 cm. Okay, such a work we have already done. That work is given to you again to be done yourself. 3 ചോദ്യങ്ങൾ നിങ്ങൾക്ക് ഞാൻ ഹോംവർക്ക് ആയിട്ട് തരികയാണ്. ഈ 3 ചോദ്യങ്ങളുടെയും ആൻസർ നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമ്മളിവിടെ നിർത്തുകയാണ്. താങ്ക്സ്.